ഹായ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ കോട്ടൺ ഹെക്കോബിൽ വൈറ്റ് ബേസ് വന്നേക്കുന്ന ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. നല്ല ഡിമാൻഡ് ആയിരുന്നു, പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി. അതിന് തന്നെ ബ്ലാക്ക് ആണ്. വൈറ്റ് ഇനിയിപ്പം നമ്മൾ റീ ഓർഡർ കൊടുത്തിട്ടുണ്ട്, ബട്ട് അത് വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. സോ അപ്പം ആ സെയിം പാറ്റേൺ തന്നെ കളർ ചേഞ്ച് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാത്തിലും ബേസ് ഇതിൽ ബ്ലാക്ക് ചെയ്തിട്ട് സെയിം പാറ്റേൺ തന്നെ ബേസ് ബ്ലാക്ക് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് കണ്ട അതേ കോമ്പിനേഷൻ തന്നെയാണെന്ന് തോന്നുന്നു. ഇത് ആ ഒലിവ് ഗ്രീൻ കളർ. അടുത്തത് വന്നേക്കുന്നത് നമ്മുടെ ബ്ലാക്കിൽ ബ്ലാക്ക് തന്നെ കോമ്പിനേഷൻസിൽ എഡ്ജറൊക്കെ വർക്ക് കൊടുത്തേക്കുന്നു. അടുത്തത് മെറൂൺ ഷെയ്ഡ്. എല്ലാവർക്കും മനസ്സിലായില്ല, ഭയങ്കര റിക്വയർമെൻ്റ് ഉള്ള സെറ്റാണ്. പിന്നെ ഇതിൻ്റെ വന്നിട്ട് നേവി ബ്ലൂ കളർ, അതായത് ബേസ് ഓൾ ഓവർ ഹെവി കോട്ടൺ ഹെക്കോബ. യോക്കിൽ ഇതുപോലെ എഡ്ജറക് പാച്ച് വിത്ത് ഇതുപോലെ ഹെവി ആയിട്ട് മിറേഴ്സ്, റിയൽ മിറേഴ്സ് കൊണ്ടുള്ള ഹാൻഡ് വർക്ക്. നല്ല വിട്ടും ലെങ്ത്തും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഓഫ് വൈറ്റിനെക്കാളും കുറച്ചുകൂടെ ഹെവിയാണ് ഇതിൻ്റെ ഡിസൈൻ. അതായത് അതിൻ്റെ ബാക്ക് ജസ്റ്റ് കോട്ടൺ പ്ലെയിൻ ആയിരുന്നെങ്കിൽ ഇത് വന്നിരിക്കുന്നുണ്ടോ ഫ്രണ്ട് നോക്കി, ഹെവി കട്ട് വർക്ക് ഡിസൈൻ. അത് തന്നെയാണ് എൻ്റെ ബാക്കിലും ചെയ്തേക്കുന്നത്. ഹെവി കട്ട് വർക്ക് ഡിസൈൻ കൊടുത്തേക്കുന്ന ബാക്ക് രണ്ടും അതുകൊണ്ട് ഒരുപോലെ തന്നെ നിൽക്കും. യോക്ക് പോർഷൻ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാച്ച് വർക്കാണ് കൊടുത്തേക്കുന്നത്, ബട്ട് നല്ല പ്രീമിയം ലുക്കാണ്. വൈറ്റിൻ്റെ തന്നെ ബേസ് ബ്ലാക്ക് കൊടുത്തേക്കുന്നു. ബാക്കി പാറ്റേൺസ് സെയിം കോട്ട ചെക്സിലായിരുന്നു ദുപ്പട്ട വരിക. ബോർഡറിൽ ഈ ഒരു കോമ്പിനേഷൻ ബോർഡർ അജ്രക് വിത്ത് ബ്ലോക്ക് പ്രിന്റ്. താഴെ ഭാഗം ഹെവി ആയിട്ട് ഇതുണ്ട്, കട്ട് ആൻഡ് പേസ്റ്റ് വർക്കാണ് ചെയ്തേക്കുന്നത്. അതായത് ഈ അജ്രക് കോട്ടൻ്റെ പാച്ച് ഇതെല്ലാം ചെയ്തേക്കാണ്. കുറേ ലെയേഴ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. വിത്ത് മൾട്ടി കോമ്പിനേഷൻസിലാണ് അജ്രക് വരിക. കോൺട്രാസ്റ്റ് ഈ വർക്കിൻ്റെ കളറിൽ വരുന്ന ബോട്ടം. സോ ഇപ്പം സെക്കൻഡ് വന്നേക്കുന്നത് സെയിം കോമ്പിനേഷൻസ് തന്നെയാണ്. കഴിഞ്ഞ വൈറ്റ് ബേസ് കൊടുത്തേക്കുന്നതിലും ഈ സെയിം കോംബോ തന്നെയായിരുന്നു. ഇത് മെറൂണിൻ്റെ കോമ്പിനേഷൻ വന്നേക്കുന്നു. വർക്കിൽ ഇതുണ്ടോ, ഈ സെയിം യോക്കിൽ കൊടുത്തേക്കുന്ന ഈ ബോർഡറാണ് ദുപ്പട്ടയിലും ബോർഡറാക്കി ചെയ്തേക്കുന്നത്. വിത്ത് മിറർ ഹാൻഡ് വർക്ക്, പിന്നെ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് പാറ്റേൺ ആണ് വരുന്നത്. നല്ല മൂവിങ് ആയിരുന്നു അതിൻ്റെ വൈറ്റ് വന്നിട്ട്. ഇതാണ് ഇതിൻ്റെ വന്നേക്കുക. ടോപ്പ് ദുപ്പട്ടയിൽ വരുമ്പം ഉണ്ട് ആ മെറൂൺ ബോർഡർ കൊടുത്തേക്കുന്നു. പിന്നെ എല്ലാത്തിലും പല പല കോമ്പിനേഷൻസ് ആണ് ആ താഴെ ഭാഗത്ത് അജ്രക് ഡിസൈനിൽ ചെയ്തേക്കുന്നത്. ഇതിൽ മെറൂണും ബ്ലാക്കിൻ്റെയും ചിക്കുവിൻ്റെയും കോമ്പിനേഷൻ വരുന്നു. പിന്നെ ഓൾ ഓവർ ആ ഒരു ബ്ലോക്ക് പ്രിന്റഡ് സ്റ്റൈലാണ്. എന്നാൽ നല്ല ഒരു കാഷ്വൽ ഫോമിലൊക്കെ യൂസ് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു സെറ്റ് പാറ്റേൺ ആണ്. ചൂടൊന്നും എടുക്കില്ല. സമ്മർ ബേസ്ഡ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ സെറ്റ്. ഹെവി കോട്ടൺ ഹെക്കോബയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇത് ബ്ലാക്ക് ബോർഡറാണ് അജ്രക് ഡിസൈനിൽ ചെയ്തേക്കുന്നത്. ബേസ് ബ്ലാക്ക്, ദുപ്പട്ട ബാക്കി പോർഷൻസ് ഫുള്ളും ഓഫ് വൈറ്റിൽ ബ്ലോക്ക് പ്രിന്റഡ് പാറ്റേൺ വിത്ത് കോട്ടൺ ബോട്ടം. 1380 പ്രൈസ്. സോ അപ്പം ഇതിൽ വന്നിട്ട് നമ്മുടെ ഒരു ഒലിവ് ഗ്രീൻ്റെ കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കുന്നത്. ആ ഒരു അജ്രക് ബോർഡറിലും വർക്കിലും എല്ലാം വന്നേക്കുന്നത്. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സേ വരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം കണ്ട പോലെ തന്നെ സെയിം കാറ്റലോഗും പാറ്റേണും എല്ലാമാണ്. ബേസ് കളറിൽ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. നല്ല എൻക്വയറി ഉള്ള ഒരു ഐറ്റമാണ്. വേണ്ട ഒരു ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. താങ്ക് യു.